ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഫോർച്യൂണറാണ്. വണ്ടി 2012 മോഡൽ വണ്ടിയാണ്. വണ്ടി ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡും ഡിസ്ക്കും നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ പെഡൽ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ക് ബെൻഡ് ആകുമ്പോഴാണ് കൂടുതൽ ഈ പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല, ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് ഡിസ്ക് ഒരുപാട് തേയ്മാനം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനി നമുക്ക് അത് സ്കിം ചെയ്യാനോ അത് പോളിഷ് ചെയ്യാനോ പറ്റില്ല. എന്താ വെച്ചാൽ അണ്ടർ സൈസിലേക്ക് പോകും. അണ്ടർ സൈസിലേക്ക് എപ്പോഴും പോകാതെ വേണം നമ്മൾ ഡിസ്ക് സ്കിം ചെയ്യാൻ. നമുക്ക് ഡിസ്ക് സ്കിം ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് സ്കിം ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ സ്കിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇതുപോലുള്ള വൈബ്രേഷനും കാര്യങ്ങളും കൂടുതലായിട്ട് വരും. എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഹെവി ആയിട്ട് ഹീറ്റ് ആകുന്ന സർഫസാണ് അത്. എന്താ വെച്ചാൽ അത്രയും നമ്മുടെ വണ്ടിയുടെ ലോഡിനെ പിടിച്ചു നിർത്തുന്ന ഭാഗമാണ്. അതിൽ നമ്മൾ അണ്ടർ സൈസിലേക്ക് ഒരിക്കലും സ്കിം ചെയ്യാൻ പാടില്ല. സ്കിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പെഡൽ വൈബ്രേഷനും കാര്യങ്ങളും ഇതിനകത്ത് കൂടുതലായിട്ട് സംഭവിക്കും. പിന്നെ ബ്രേക്കിന് തന്നെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഇത് കമ്പനി സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ ഇത് ഡിസ്കും പാഡും സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ കമ്പനിയിൽ ഒറിജിനൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടി വി എസിൻ്റെ മേക്ക് തന്നെയാണ് പാഡും ഒക്കെ കംപ്ലീറ്റും വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ടി വി എസിൻ്റെ പാഡ് തന്നെ ഇതിനകത്ത് മേടിച്ചിടാം. പക്ഷേ അതിൽ ഏകദേശം പകുതിയുള്ള റേറ്റേ നമുക്ക് ടി വി എസിൻ്റെ ഔട്ടർ മാർക്കറ്റിൽ മേടിക്കുമ്പോൾ നമുക്ക് വരുള്ളൂ. പക്ഷേ ആ ഒരു സെയിം ടൊയോട്ട ക്വാളിറ്റി എന്ന് പറയാനല്ല, എന്നാലും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു 90% ആ ടൊയോട്ടയുടെ ക്വാളിറ്റി തന്നെ നമുക്ക് അതിനകത്ത് കിട്ടും. ഡിസ്ക് ആണെന്നുണ്ടെങ്കിലും പാഡാണെന്നുണ്ടെങ്കിലും ടി വി എസിൻ്റെ പാഡും ഡിസ്ക് തന്നെയാണ് ടൊയോട്ടയ്ക്ക് കംപ്ലീറ്റും കൊടുക്കുന്നത്. പിന്നെ എറ്റിയോസ്, കൊറോള അങ്ങനെയുള്ള വണ്ടികൾക്ക് കൊറോളയ്ക്ക് മെയിനായിട്ട് കൊറോളയ്ക്കാണ് ബോഷിൻ്റെ ഒക്കെ പാഡ് അതിനകത്ത് കൊടുക്കുന്നത്. ബാക്കി എല്ലാ വണ്ടിക്കും ടൊയോട്ടയുടെ വണ്ടിക്ക് ടി വി എസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടി വി എസ് തന്നെ അതിനകത്ത് യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ആ പെർഫോമൻസ് തന്നെ ടൊയോട്ടയുടെ OE പാർട്സിൻ്റെ പെർഫോമൻസ് തന്നെ ബ്രേക്കിന് ഇതും കിട്ടുന്നതാണ്. അത് മാത്രമല്ല, ഇത് പെഡൽ നല്ലോണം താന്നു പോകുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ പെഡൽ നല്ലോണം തന്നെ. എന്താ വെച്ചാൽ ബ്രേക്ക് പാഡ് അത്രത്തോളം തേഞ്ഞിട്ടാണ് ആ പെഡൽ അങ്ങനെ ബ്രേക്ക് പാഡ് തേയുന്നത് കൊണ്ട് പെഡൽ ഒരിക്കലും അത്രയ്ക്കും താഴെ പോവില്ല. എന്നാലും ഫുള്ളായിട്ട് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ നമുക്ക് കാണിക്കും. ആ ഒരു വേരിയേഷൻ ഇതിനകത്ത് ഉണ്ട്. പെഡൽ കുറച്ച് താന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്കും കുറച്ച് എന്തായാലും ചിലപ്പോൾ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് തേയുന്നത് കൊണ്ട് പെഡൽ കുറയില്ല. പക്ഷേ റിയറിലെ ബ്രേക്ക് ഷൂ തേയുന്നത് കൊണ്ട് നമുക്ക് എന്താ പറയുക, പെഡൽ കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ബ്രേക്ക് സിലിണ്ടറിനെ തള്ളിപ്പിടിച്ച് നിർത്താനായിട്ട് സ്പ്രിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചവിട്ടുന്ന ആ ഒരു പൊസിഷനിൽ ചെറിയൊരു പൊസിഷൻ മാത്രമേ ബാക്ക് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രഷർ അതിൽ തന്നെ ഫ്രണ്ട് ബ്രേക്കിൽ ഒരു ചെറിയൊരു പ്രഷർ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ റിയറിലെ ബ്രേക്ക് ഷൂ അങ്ങനെയല്ല. റിയറിലെ ബ്രേക്ക് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സിലിണ്ടറിൻ്റെ 2 സൈഡ് ഷൂ വരുന്നുണ്ട്. ആ ഷൂവിനെ ഒരു 3-4 സ്പ്രിങ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തള്ളി പിടിക്കും. അപ്പോൾ പരമാവധി ഉള്ളിലേക്ക് തള്ളി നിൽക്കുമ്പോൾ ഈ സിലിണ്ടർ ഫുള്ളായിട്ട് ചുരുങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതോട് കൂടിയാണ് ഈ സാധനം ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത്. ആ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രേക്കിംഗ് നമ്മൾ ചവിട്ടുമ്പോൾ അതെടുക്കും. അപ്പോൾ നമ്മൾ പെഡൽ നല്ലവണ്ണം താന്നു പോകും. അപ്പോൾ എപ്പോഴും ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീർന്നു കഴിഞ്ഞാൽ പെഡൽ ഒരിക്കലും താഴില്ല. പക്ഷേ റിയറിലെ ബ്രേക്ക് ഷൂ തീരുകയോ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് കൂടുതലായിട്ട് ഇതിങ്ങനെ നമ്മളിപ്പോൾ 6 to 8 നോച്ചാണ് ഇതിനകത്ത് വരിക. ഇതിങ്ങനെ എണ്ണുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 8 നോച്ചാണ് കറക്റ്റ്. അതാണ് ടൊയോട്ട പറയുന്നത്. 8 നോച്ചിൻ്റെ 6 to 8 കറക്റ്റ് ഹാൻഡ് ബ്രേക്കിൻ്റെ അളവെന്ന് പറയുന്നത്. അതിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 8 എന്നുള്ളത് 10-12 ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെഡൽ കൺഫേം 100% പെഡൽ ഫുള്ളായിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ താന്നു പോകും. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ആ ഷൂ ഒന്നുകൂടെ വിരിഞ്ഞ് നിൽക്കും. ഹാൻഡ് ബ്രേക്കിൻ്റെ ഇടയിൽ 2 ഷൂവിൻ്റെ ഇടയിലാണ് ആ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റിങ് വരുന്നത്. ആ ലിവർ എന്ന് പറയുമ്പോൾ ഡ്രമ്മിനോട് ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കുമ്പോൾ വീൽ സിലിണ്ടർ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വീൽ സിലിണ്ടർ ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കും. ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ കുറച്ചേ ബാക്കിലേക്ക് പോവുള്ളൂ. ആ സ്പ്രിങ് അത്രയ്ക്കേ ആവുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് തന്നെ ഈ ഉള്ളിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. ബ്രേക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് പിടിക്കും. ഇതിപ്പോൾ കുറച്ച് താന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ 6 to 8 നോച്ച് ഉണ്ട്. നമുക്കതൊരു 6 നോച്ച് ആക്കിയിട്ട് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെഡൽ കറക്റ്റ് മുകളിലേക്ക് നല്ല ഒരു ലെവലിൽ നിൽക്കും. നമുക്കിതിപ്പോൾ ലിഫ്റ്റ് ചെയ്തിട്ട് ഗാരേജിൽ എത്തിച്ചിട്ട് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡിസ്കും പാഡും മാറ്റും. ഇത് ഡബിൾ പിസ്റ്റൺ വരുന്നത്. ഒരു സിലിണ്ടറിൽ തന്നെ 4 പിസ്റ്റൺ വരും. അത് തള്ളുന്ന രീതിയും അതുപോലെ ബ്രേക്ക് ഡിസ്ക് മാറേണ്ടതും ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. മാത്രമല്ല, ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഹെവി ആയിട്ട് ഷെയ്ക്ക് ആകുന്നുണ്ട്. കണ്ടില്ലേ, ഷെയ്ക്ക്
അത് ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങ് കാണില്ല, പക്ഷേ ഹെവി ആയിട്ട് നല്ലവണ്ണം ഷെയ്ക്കാവുന്നുണ്ട്. അത് ഷെയ്ക്കാവുന്ന മാത്രമല്ല, ഇതിൻ്റെ ഇന്നർ മതി, ഇന്നർ തേഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. എത്രത്തോളം കട്ടിങ് ഉണ്ട് നോക്ക്, ഇവിടെ മൊത്തം തേഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് തീരെ കിട്ടില്ല. അലൈൻമെൻറ്റ് തീരെ കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റേ ഫ്രണ്ടേജ് ടയർ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെത്തി തേഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ ചെറിയൊരു സൗണ്ട് വന്നിരിക്കും. ഈ ഫോർച്യൂണർ, ഇന്നോവ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ സസ്പെൻഷൻ എത്രത്തോളം പോയാലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടി ഫീൽ ചെയ്യില്ല, സൗണ്ടായിട്ട് നമുക്ക് കിട്ടുകയില്ല. നമുക്കിങ്ങനെ സർവീസിനൊക്കെ നോക്കുമ്പോൾ മാത്രമേ കൂടുതലായിട്ടും കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇതിൻ്റെ പാഡ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ട് ഫുള്ളായി ഒരഞ്ഞിട്ട് ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. ഇത്രയും ഡിസ്ക് ഇത്രത്തോളം പോയിട്ടടക്കം നമുക്ക് പെഡലിലേക്ക് ഒരു വൈബ്രേഷനോ പുറത്തൊരു സൗണ്ട് ഇതിനകത്ത് കേൾക്കണില്ല. ഉണ്ടല്ലേ, കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു ഉരഞ്ഞിരിക്കുകയാണ് രണ്ട് സൈഡും. അതാണ് ബ്രേക്കിംഗ്, ഒരു ബ്രേക്ക് ജെർക്കിങ് വരുന്നത്, അതുപോലെ തന്നെ ബ്രേക്ക് പെഡൽ കിട്ടാത്തത് പോലെ ഒരു ഫീലിംഗ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്കും പാഡും മാറാം, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് 2 ഇതിനകത്ത് മാറാം. നമുക്ക് പാഡ് മാറാനായിട്ട് ഈ 2 ലോക്ക് എടുക്കണം. ലോക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിൽ അവിടെ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ ഊരിയതിന് ശേഷം ഇത് ഈ ഭാഗത്തിട്ടിട്ട് തിക്കിയാൽ മതി. അപ്പോൾ ആ പിസ്റ്റൺ ഉള്ളിലേക്ക് പോകും. ഓരോരോ പാഡായിട്ട് നമുക്ക് ഇതിനകത്ത് മാറാൻ പറ്റുള്ളൂ. നമ്മൾ ഡിസ്ക് മാറുന്നതിന് മുന്നേ അതിൻ്റെ കാലിപ്പർ ഫുള്ളായി തള്ളി വയ്ക്കുക. ഡിസ്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പും അത് തിക്നെസ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് തള്ളാൻ ഇത്തിരി പ്രയാസമുണ്ട്. പിന്നെ ഈ 12-ൻ്റെ ബോൾട്ട് അയച്ചതിന് ശേഷം ബാക്കിൽ 217 വരുന്നുണ്ട്. ആ 17 അഴിച്ച് കാലിപ്പർ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഡിസ്ക് മാറാനായിട്ട്. എന്തായാലും നമുക്ക് ബ്രേക്ക് പാഡ് വരുന്നത് TVS കമ്പനിയിലാണ് എടുത്തിരിക്കുന്നത്. 2632 രൂപ MRP വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഡിസ്ക് റോട്ടർ, 4045 രൂപ MRP വരുന്നുണ്ട്. ഇതിൻ്റെ ഡബിൾ വിലയായിരിക്കും കമ്പനിയിൽ വരുന്നത്. എന്തായാലും നമ്മൾ TVSൻ്റെ ആകുമ്പോൾ അത് ഒറിജിനലിൻ്റെ അതേ ക്വാളിറ്റി തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടും. ഇതാണ് പാഡ്. എന്തായാലും നമുക്കിത് മാറ്റാൻ. ബ്രേക്ക് പാഡിൽ ഈ വൈറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതൊരു ലിക്വിഡ് പോലത്തെ ഒരു സാധനമാണ്. ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പൗഡർ കോട്ടിങ്ങുള്ള ഒരു സാധനമാണത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് നമ്മൾ ചെയ്യുമ്പോൾ കീന്നൊരു നോയ്സ് ഉണ്ടല്ലോ, ആ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പനിയിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ബ്രേക്ക് പാഡിൻ്റെ സൗണ്ടുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലിക്വിഡ് പോലെ ഒരു പേസ്റ്റ് ഉണ്ടാവും. അത് ഡ്രൈ ആവും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ. അത് മൊത്തം പാഡിനകത്ത് തേച്ചിട്ടായിരിക്കും നമ്മൾ പാഡ് കയറ്റുന്നത്. ആ സമയത്ത് അതിലുള്ള എന്തെങ്കിലും മെറ്റൽ കണ്ടൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്മൂത്താവും. അതുപോലെ തന്നെ പുതിയ ഡിസ്ക് ഒക്കെ ഇടുമ്പോൾ ഈ ഒരു റഫ്നെസ് കൊണ്ട് ഇതൊരു ചെറിയൊരു പോളിഷ് പോലെ വരും. ഇതിപ്പോൾ ഒരു ഓയിൽ കണ്ടൻറ്റ് പോലെ ഇങ്ങനെ നിൽക്കും. നമുക്കത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് കയറ്റാനായിട്ട്. തിന്നറിട്ട് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചിട്ട് വേണം കയറ്റാൻ. ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ കണ്ടൻറ്റ് ഒഴിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഓയിലിൻ്റെ ഒരു വശവശപ്പ് ഇതിനകത്ത് ഉണ്ടാകും. നമ്മൾ തിന്നറിട്ട് തുടച്ച് 2 സൈഡും തുടച്ചിട്ട് വേണം ഇത് ഇടാനായിട്ട്. അപ്പോൾ ഈ ഒരു പൗഡർ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇതൊരു ചെറിയൊരു പോളിഷ് പോലെ, ഈ ബ്രേക്ക് പാഡിനനുസരിച്ച് ഒരു പോളിഷ് പോലെ ഇതിനകത്ത് വരും. അതുകൊണ്ട് അതിൻ്റെ സൗണ്ടും കറക്റ്റായിരിക്കും. ബ്രേക്ക് ചവിട്ടുമ്പോൾ കീക്കുന്നുള്ളൊരു നോയ്സ് ഒന്നും അതിനകത്ത് വരില്ല. നമ്മളിപ്പോൾ ഒരു പാഡ് തള്ളിയിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരോ പാഡായിട്ട് നമുക്കിത് തള്ളിയിട്ട് നമുക്ക് ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സൈഡിലെ പാഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിലെ പാഡും അതിനകത്ത് കയറ്റാം. അതുപോലെ ബ്രേക്ക് പാഡ് ഇടുമ്പോൾ ഈ ഒരു ബ്രേക്ക് വേറെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇൻഡിക്കേഷനാണ് അത് ഒരു സിഗ്നൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കൂടുതൽ തേയുമ്പോൾ ഒരു വിസ്ലിംഗ് നോയ്സ് ഉണ്ടാക്കും. ഇത് ഡിസ്കിൽ മുട്ടുമ്പോൾ എന്ന് പറഞ്ഞൊരു വിസ്ലിംഗ് നോയ്സ് ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമ്മൾ പാഡ് തേഞ്ഞോ ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത്. അതെപ്പോഴും ലെഫ്റ്റ് സൈഡ് ഉള്ളിലായിട്ടാണ് ഇടാനായിട്ട്. ഇങ്ങനെ മാറ്റി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത് മുകളിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം താഴെ നിൽക്കണം, കറക്റ്റ് ഇവിടെ നിൽക്കണം, നല്ലത് കറക്റ്റ് ലെവലിൽ നിൽക്കുള്ളൂ. ഈ സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാഡും അതുപോലെ ഡിസ്കും മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, നമുക്ക് കാലിപ്പർ കംപ്ലീറ്റ് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഡിസ്ക് ഇടാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ സ്പ്രിങ് കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇട്ടിട്ടുണ്ടോ നോക്കുക. അതുപോലെ 2 ലോക്ക് മെയിനാണ്, പിന്നിൽ ആ ലോക്കിലാണ് കംപ്ലീറ്റ് നിൽക്കുന്നത്. ആ 2 ലോക്ക് ഇട്ടാൽ നോക്കുക. അതുപോലെ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ എക്സ്പാൻഷർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാകുന്ന നോക്കുക. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് പാഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വിടുക. നമ്മൾ ചവിട്ടിയിട്ട് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻട്രൽ ഫോഴ്സ് കാരണം ഒന്ന് ബാക്ക് വരും. എന്നാലും ഒരു ചെറിയൊരു ടെൻഷൻ ഇതിൻ്റെയും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ ഇതിനകത്ത് ബാക്ക് വരും. പോളിസിനൊക്കെ കണ്ടിട്ടില്ല, മുകളിലും താഴെയും പിന്നെ വരും ഇതിനകത്ത്. ഇത് കറക്റ്റ് ഈ പോർഷനിൽ തന്നെ ഇടണം. തിരിച്ച് പോർഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ വന്ന് അടിച്ചിട്ട് കടന്ന് സൗണ്ട് ഉണ്ടാകും. കറക്റ്റ് ഇട്ടുണ്ടെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. ഈ സൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത സൈഡ് കൂടെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ സൈഡ് മാറ്റിയിട്ടുണ്ട്, ആ സൈഡ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സൗണ്ട് ഉണ്ട്, ഇത്രയും ഹെവി ഷെയ്ക്കാണ് ഇത്. ഉണ്ടല്ലേ,
ഇതൊന്നും ശരിക്കും ഇങ്ങനെ ഇളകാനേ പാടില്ല. ഇത് ഇങ്ങനെ ഇളകുന്നല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഷേക്കാണ്, ഈ ബോൾ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ഷേക്കാണ്. ആ ഷേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇത്രയും ഷേക്ക് ഉണ്ട് ഇതിനകത്ത്. ഇത് വേറെ സൈഡുള്ളതാണ്, ഇതും ഹെവി ആയിട്ട് പോയിരിക്കുകയാണ്. എൻഡിന് കുഴപ്പമില്ല, എൻ്റെ കുറച്ചുകൂടെ ഓടിക്കുള്ളൂ. ഇപ്പോൾ 2 സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റാണ് ഇപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഇത് ടൊയോട്ട ഇന്നോവയുടെയും ഫോർച്യൂണറിൻ്റെ ഒക്കെ സെയിം തന്നെയാണ് ബോൾ ജോയിൻറ്റ്, സെയിം ബോൾ ജോയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്ക് മാറി, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറി, ബ്രേക്ക് പാഡും മാറി. എപ്പോഴും നമ്മൾ ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിൻ്റെ ഇവിടെ വരുന്നൊരു ക്ലിപ്പ് ഉണ്ട്, ഈ ക്ലിപ്പ് പൊട്ടിച്ചെടുക്കാതെ ഇതിനുള്ളിൽ ചെറിയൊരു മൈനസ് ഇട്ട് തിക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് വലിച്ച ബൂട്ട് വരും. എന്നിട്ട് തിരിച്ച് നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. ചില വണ്ടികളിലൊക്കെ കാണാം ഈ ക്ലിപ്പൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞ് ടാഗ് ഇട്ട് കിട്ടും. ടാഗ് അത്രയ്ക്ക് ടൈറ്റും ഇതിനകത്ത് വരില്ല, അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഫോർച്യൂണറുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്തത് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും മാറി, ബ്രേക്ക് പാഡും അതുപോലെ തന്നെ ബ്രേക്ക് ഡിസ്കും മാറി. ഇത്രയും കംപ്ലൈൻറ്റാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തത്. ഇത് മെയിനായിട്ട് ഒരു ബ്രേക്ക് പാഡും ഡിസ്കും മാറാനായിട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് ഹെവി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ടയർ മൊത്തം പോയി കിട്ടും. ഇതിൽ അത് മാത്രമല്ല, നോക്കിയതിൽ ഷോക്കിൻ്റെ ബുഷുകൾ, താഴത്തെ ബുഷുകൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ സസ്പെൻഷൻ വർക്ക് കുറച്ചുണ്ട്, പക്ഷേ എങ്കിൽ നമുക്കിപ്പോൾ എമർജൻസി ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തത്. പിന്നെ ബ്രേക്ക് പാഡ് മാറിയാൽ പ്രത്യേകം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രേക്ക് പാഡ് മാറിയൊക്കെ സെറ്റാക്കി വെക്കും, നമ്മൾ പമ്പ് ചെയ്യില്ല, പമ്പ് ചെയ്യാതെ ഇറങ്ങിപ്പോവും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിക്ക് കയറ്റി കഴിഞ്ഞ് ബ്രേക്ക് പാഡൊക്കെ മാറും. ഇതിപ്പോൾ നമ്മൾ പിള്ളേർ മെക്കാനിക്കാണെന്നുണ്ടെങ്കിലും മാറിയിട്ട് അവിടെ നിർത്തും, പമ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി അങ്ങ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചവിട്ടാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി നിൽക്കില്ല. ഒരു 3-4 പമ്പിങ് ചെയ്താലേ പിന്നെ വണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മെക്കാനിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പമ്പ് ചെയ്ത് റെഡിയാക്കും. അതല്ലാതെ നമ്മളിപ്പോൾ ബ്രേക്ക് പാഡ് മാറി വണ്ടി മറ്റേ വർക്ക് ഏരിയയിൽ തന്നെ കിടക്കുകയാണ്, അപ്പോൾ കസ്റ്റമർ വന്ന് വണ്ടി എടുത്തിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പമ്പ് ചെയ്താൽ ചിലപ്പോൾ ലോഡാകില്ല, ബ്രേക്ക് തീരെ ഉണ്ടായില്ല. ആ ഒരു ബേജാറിൽ ചിലപ്പോൾ ആക്സിലേറ്റർ കൊടുക്കും, ക്ലച്ച് ഔട്ട് എന്താണെന്ന് ഒരു പിടുത്തം ഉണ്ടായില്ല, എന്താ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇഷ്യൂ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ബ്രേക്ക് പാഡ് മാറി വണ്ടി നിർത്തി, ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തു, ചെക്കനാണ് എടുത്തതും ബ്രേക്ക് കിട്ടിയില്ല. നേരെ ബ്രേക്കിന് പകരം ചവിട്ടിയതാണ്, ആഞ്ഞു ചവിട്ടിയതാണ്, കാലെടുത്തുകൊണ്ട് ആഞ്ഞു ചവിട്ടിയത് നേരെ ആക്സിലേറ്ററിൽ നേരെ പോയി മറ്റേ വണ്ടി കൊണ്ട് ഒറ്റയാൾക്ക്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാരണം, ഇപ്പോൾ ബ്രേക്ക് പാഡ് മറ്റേ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കയ്യോടെ തന്നെ പമ്പ് ചെയ്ത് ലോഡാക്കി നിർത്തുക, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. 2 പമ്പ് ചെയ്താൽ മതി, പമ്പ് ചെയ്താൽ ലോഡായിക്കോളും, പിന്നെ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാഡ് മാറ്റിയും കൊണ്ട് വണ്ടി നിർത്തും, ആരെ വന്ന് എടുക്കണമെന്ന് അറിയാം. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടെക്നീഷ്യനോ അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമറോ ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് മാറുമ്പോൾ എപ്പോഴും പമ്പ് ചെയ്ത് ലോഡാക്കി നിർത്തുക, വണ്ടി നിർത്തിയതിന് ശേഷം മാത്രം വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കസ്റ്റമർ ഡയറക്റ്റാണ് വന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കസ്റ്റമർ നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ ബ്രേക്കും ക്ലച്ചും അതുപോലെ മെയിനായിട്ട് ബ്രേക്കും ക്ലച്ചും കറക്റ്റാണെന്നുള്ളത് ചവിട്ടി നോക്കിയതിന് ശേഷം മാത്രം വണ്ടി ഗിയറിട്ടിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അവിടെ ആളുണ്ടാവില്ല ഷോപ്പിൽ, അപ്പോൾ വിളിച്ച് ചോദിക്കാം, അപ്പോൾ വണ്ടി എടുത്തോളൂ പറയും. എടുക്കുമ്പോൾ പെട്ടെന്ന് പോയി വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കാതെ വണ്ടി നിർത്തി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബ്രേക്കും ക്ലച്ചും ഓക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രം ഗിയറിട്ട് വണ്ടി എടുക്കുക. അതൊരു സേഫ്റ്റിയാണ്. പറഞ്ഞത് എല്ലാവരും ചെയ്യുന്നത് പക്കെ ആയിരിക്കും, പക്ഷേങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടാകണ്ട എന്നുള്ളൊരു രീതിയിൽ പറയുന്നത് വെച്ചാൽ അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അബദ്ധങ്ങൾ ആർക്കും അബദ്ധങ്ങൾ പറ്റാത്ത ആൾക്കാരില്ല. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളും ഇല്ല, ഒരു ടെക്നീഷ്യനും ഇല്ല, ഒരാളും ഇല്ല. എന്താണെന്നുണ്ടെങ്കിലും അബദ്ധങ്ങൾ പറ്റാം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ പെഡൽ ഓട്ടോമാറ്റിക്കലി തന്നെ കയറിയിട്ടുണ്ട്. നമ്മൾ പമ്പ് ചെയ്ത് നോക്കിയപ്പോൾ ചവിട്ടി നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ കൂടുതൽ നോച്ച് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടൈറ്റ് ആവും അവിടെ. അപ്പോൾ വീല് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിയർ ബ്രേക്കിലൊന്നും ചെയ്തിട്ടില്ല. ബ്രേക്ക് പാഡ് മാറി, അതിൻ്റെ എന്താ പറയുക സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് മാറി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റിലേക്കാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറിയതുകൊണ്ട് ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കസ്റ്റമറാണ് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ കസ്റ്റമർ അടുത്ത് തന്നെ അലൈൻമെൻറ്റ് ചെയ്യാൻ പറയാം. അലൈൻമെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറയാം. എന്താ വെച്ചാൽ ഇവിടെ വർക്ക്ഷോപ്പിൽ നല്ല തിരക്കുണ്ട്. നമുക്ക് കൊണ്ടുപോയി അലൈൻമെൻറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല എന്തായാലും. അപ്പോൾ പിന്നെ കസ്റ്റമറുടെ അടുത്ത് തന്നെ അലൈൻമെൻറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ള നമ്മൾ നേരത്തെ തന്നെ പറയണം. അവർക്ക് അറിയില്ല സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറി അലൈൻമെൻറ്റ് ചെയ്യണം എന്നുള്ള അവർക്ക് കറക്റ്റ് ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു തന്നെ വിടണില്ല. അതെന്നുണ്ടെങ്കിൽ ഉള്ള ടയറും മൊത്തം പോയി കിട്ടും. വണ്ടി ഓടിക്കാനും കംഫർട്ട് ഉണ്ടാവില്ല. നമ്മൾ സ്റ്റിയറിംഗ് ഓടിച്ച് വിട്ട് കഴിഞ്ഞാൽ റിട്ടേൺ വരില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു നോയ്സ് ഉണ്ടാവും, ടയറിൻ്റെ നോയ്സ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അലൈൻമെൻറ്റ് ചെയ്യണം. അതിപ്പോൾ എന്തായാലും കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞു വിടാം അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം, ഞാൻ വെറുതെ ഡിക്കി തുറന്ന് നോക്കിയതാ കേട്ടോ. ഡിക്കി തുറന്നപ്പോൾ ഞാൻ കണ്ട ഇതിപ്പോൾ സർവീസ് ചെയ്തതിൽ കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ കമ്പനിയിൽ ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഡിസ്കും പാഡും അതുപോലെ വോൾ ജോയിൻ്റ് കാര്യമൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. മിക്ക വണ്ടികളും അങ്ങനെ ചെയ്യാറ്. നമ്മളെ പരിചയമുള്ള വണ്ടികളൊക്കെ മിക്ക വണ്ടികളും അങ്ങനെ ചെയ്യുക. സർവീസ് കാര്യങ്ങൾ സർവീസ് ഹിസ്റ്ററിക്ക് വേണ്ടി കമ്പനിയിൽ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ വർക്കുകളും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരിക ചെയ്യാറ്. അപ്പോൾ അതിൽ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ ഒറിജിനൽ വന്നിട്ട് 1948 രൂപ വരുന്നുണ്ട് എയർ ഫിൽറ്റർ. അതുപോലെ AC ഫിൽറ്റർ 1955 രൂപ വരുന്നുണ്ട് AC ഫിൽറ്റർ. ഒറിജിനലാണ്, ടൊയോട്ടയുടെ പോയി കമ്പനിയിൽ നിന്ന് ചെയ്താണ് കേട്ടോ. സർവീസ് മിലിഞ്ഞാന്ന് ചെയ്താണ്. പിന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ കാരണം ഇതൊന്നുമല്ല, പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതിൽ ടൈമിംഗ് ബെൽറ്റ് മാറ്റിയിട്ടുണ്ട്. ഇവർ 1.5 ലക്ഷത്തിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ മാറ്റിയ ബെൽറ്റ് വന്നിട്ട് കോണ്ടിനെൻ്റലില്ല കണ്ടാ. അതെ, ഇതിന് ശരിക്കും റേറ്റ് വരുന്നത് 2836 രൂപയാണ് ഒറിജിനലിൻ്റെ റേറ്റ് വരുന്നുണ്ടല്ലോ. ഇതാ 2836 രൂപ ഒറിജിനൽ സാധനത്തിന് റേറ്റ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ സാധനത്തിന് ഒരു 650 രൂപയും കണ്ടുള്ളൂ ഈ കോണ്ടിനെൻ്റലിൻ്റെ ബെൽറ്റിന്. പക്ഷേങ്കിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. എന്താ പറയുക, ഇത് എത്രത്തോളം നിൽക്കുന്നോ എന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കോളേജുകളിലൊക്കെ പല കോളേജുകളും ഇതുപോലെ ഒറിജിനൽ ബെൽറ്റിന് വന്നിട്ട് 4400 ചില്ലാൻ രൂപ വരുന്നുണ്ട്. 4442 രൂപ എങ്ങാണ്ട് വരുന്നുണ്ട് ഒറിജിനൽ ബെൽറ്റിന്. സാധാ ബെൽറ്റ് ആകെ 400-450 രൂപ, 600 രൂപേൻ്റെ ഉള്ളിൽ അതിന് കോളേജിന്. പക്ഷേ ഇട്ടിട്ട് പൊട്ടിയ വണ്ടികൾ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. ടൈം ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ വാൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എഞ്ചിൻ പണിയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ലാഭം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പുറമേ നമ്മൾ പുറത്ത് വർക്ക്ഷോപ്പുകളിൽ വണ്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ അത് ജെന്യൂനിറ്റി തന്നെ വണ്ടി ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ വണ്ടികളാണ്. ഇത്ര വില കൂടിയ വണ്ടി ആന മേടിക്കുമ്പോൾ തോട്ടി മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എന്താ വെച്ചാൽ കമ്പനിയിൽ പോകുമ്പോൾ അവർക്ക് ലേബർ GST കാര്യങ്ങളൊക്കെ വരും. എന്നാലും നമുക്ക് സർവീസ് പാർട്സുകൾ, ടൈമിങ്, എൻജിൻ പരമായിട്ടുള്ള പാർട്സുകൾ ഒറിജിനൽ തന്നെ ഇടാൻ നോക്കുക. മാക്സിമം എന്നല്ല, എൻജിൻ പാർട്സുകളിൽ ഒന്നിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇടാതിരിക്കുക. അതുപോലെ ഇമ്പോർട്ടഡ് സാധനം ഇടാതിരിക്കുക. പക്ക ഒറിജിനൽ സാധനം ഇടുക. പിന്നെ സസ്പെൻഷൻ പാർട്സ് ഇതൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം, ഒന്നും സംഭവിക്കില്ല. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് വന്നാൽ നമുക്ക് മാറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഇടാം, അതൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേങ്കിൽ ഈ ടൈമിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ വർക്കാണ്. ഈ ബെൽറ്റ് ഇതിൻ്റെ ഒരു ടീത്ത് അടർന്നു പോയിട്ടൊന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം റുപ്യൻ്റെ ചിലവുണ്ടാവും. എൻജിൻ ഫുൾ ഇറക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ലോക്കൽ ബെൽറ്റ് ഇടാതിരിക്കുക. പുറമേ വണ്ടി കമ്പനിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അവർ ഒറിജിനൽ തന്നെ ഇടുള്ളൂ. അതിൽ യാതൊരു തർക്കവുമില്ല. മാറ്റിയെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ബാക്കി ഇടുന്ന പാർട്സ് ആയിരിക്കും. മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ലോക്കലിൽ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എൻജിൻ പാർട്സുകൾ ഒറിജിനൽ തന്നെ ഇടുക. ഒറിജിനൽ ഇട്ടാൽ തന്നെ അതിന് ലൈഫ് ഉണ്ടാവുള്ളൂ, സെറ്റാവുള്ളൂ. ഇതിപ്പോൾ കസ്റ്റമർ മാറ്റിയത് എന്തായാലും നന്നായി. ഇതിപ്പോൾ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ് കേട്ടോ. അഥവാ ഈ ബെൽറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40,000-50,000 ബെൽറ്റ് മാറ്റി വിടുക. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നോട് പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.